ഇന്ത്യ വളരെ ശക്തമായ പ്രതിരോധം തന്നെയാണ് ഒരുക്കിയത് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചത്. മാത്രമല്ല 36 ഇടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഇതിൽ സൈനിക താവളങ്ങളുണ്ട്, വിമാനത്താവളങ്ങളുണ്ട്, അങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുള്ള ആ വലിയ തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇതൊന്നും ലക്ഷ്യം കണ്ടില്ല. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തവിടുപൊടിയാക്കി കളഞ്ഞു എന്നുള്ള ഒരു വിവരം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. വളരെ ആശ്വാസമുള്ള വാർത്തയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. കാര്യം 300 മുതൽ 400 വരെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അതിനുശേഷം പാകിസ്ഥാൻ നടത്തുന്നത് വളരെ കല്ലുവെച്ച നുണയാണ് പറയുന്നത്. കാരണം ഇന്ത്യ സ്വന്തം നഗരങ്ങളെ ലക്ഷ്യമിടുകയാണ്, ആ തരത്തിലുള്ള ആക്രമണമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞു. ഇതുകൂടാതെ വ്യോമ അതിർത്തികൾ തുറന്നിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം കൂടിയായിരുന്നു നടത്തിയത്. വ്യോമാക്രമണം തുറന്നിടുന്നതിനുള്ളൊരു പ്രധാനമായിട്ടുള്ള ഒരു അവർക്ക് ഉള്ള ഗുണം എന്ന് പറയുന്നത് തന്നെ ഈ മനുഷ്യ കവചമായി യാത്രാ വിമാനം എയർബസ് 320 ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സോഫിയ ഖുറേഷി ഉയർത്തിക്കാട്ടിയത്. ദമാമിൽ നിന്നും ലാഹോറിലേക്ക് പറക്കുകയായിരുന്ന വിമാനം മുകളിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഡ്രോണുകൾ ഭട്ടിണ്ട ലക്ഷ്യം വെച്ചു എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭട്ടിണ്ടയിലെ സൈനിക താവളവും കൂടി ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേന അങ്ങേയറ്റം ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യകവചമായിട്ട് തന്നെയായിരുന്നു ഈ യാത്രാ വിമാനങ്ങളെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതും കൂടാതെ ഒരു ന്യൂനപക്ഷ ആരാധനാലയങ്ങളെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും എതിരെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നു. ക്രൈസ്തവ മാനേജ്മെന്റിന്റെ സ്കൂളുകൾ ആക്രമിച്ചു. ഇവരുടെ പ്രാർത്ഥനാ സമയത്താണ് ആക്രമണം നടന്നത്. 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം ഇവർ പുറത്തുവിടുന്നുണ്ട്. കന്യാസ്ത്രീ മഠങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു, ഗുരുദ്വാരകൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം പാക് ഷെല്ലിങ്ങിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തിയത്. അതേസമയം ആകാശമാർഗം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള എല്ലാ നീക്കങ്ങളും പൂർണ്ണമായും തന്നെ തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിൽ രക്ഷിതാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്കൂൾ അടച്ചിട്ടിരുന്നതിന് വലിയ ആളപായം ഒഴിവായതായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിലും വലിയ ഭീകരമായ നഷ്ടം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ജവാന്റെ ജീവൻ നഷ്ടമായി വീരമൃത്യു വരിച്ചതടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടാൻ പോവുകയാണ്, ഒറ്റക്കെട്ടായി തന്നെയാണ് നേരിടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. ലേ മുതൽ സർ ക്രീക്ക് വരെയാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടത്തിയത്. ആ ഏരിയയിലാണ് കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത്. എയർബസ് 320 എന്ന വിമാനം തന്നെയാണ് മനുഷ്യകവചമായിട്ട് ഉപയോഗിച്ചത് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇതുകൂടാതെ നേരത്തെ അബ്ദുൾ റൌഫിന്റെ ആക്രമണത്തിൽ, ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കൊടുംഭീകരനായിട്ടുള്ള അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടതിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ ഒരു സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഡാനിയൽ പോളിന്റെ കഴുത്തറുത്ത ഭീകരനാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ കണ്ടഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയതിന്റെ മാസ്റ്റർ ബ്രെയിനായി വിശേഷിപ്പിക്കുന്ന ആൾ വാൾസ്ട്രീറ്റിലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ പോളിന്റെ കഴുത്തറുത്തുള്ള കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു ഭീകരൻ കൂടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നു. മാത്രമല്ല ഇവർ പാകിസ്ഥാൻ അയച്ചത് തുർക്കി നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകളാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഫോറൻസിക് പരിശോധന കൂടി നടത്തുകയാണ്. തുർക്കി നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ അയച്ചതോടുകൂടി മറ്റൊരു കാര്യം കൂടി ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ സംശയിക്കുന്നത്. അതായത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ കൂടിയാവാം ഈ തരത്തിലുള്ള ഡ്രോണുകൾ അയച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളും കൂടി ഉണ്ടായിരുന്നു, വിമാനത്താവളങ്ങളുണ്ടായിരുന്നു. ഭട്ടിണ്ടയിലെ സൈനിക താവളങ്ങളുണ്ട്, സൈനിക താവളമുണ്ട്, അതേപോലെ തന്നെ വിമാനത്താവളങ്ങളുണ്ട്. ഈ ഏതൊക്കെ തരത്തിലുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുണ്ടോ, അതിർത്തിയിലുണ്ടോ, ഇവയെല്ലാം കൃത്യമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്
ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ ആകാശമാർഗം നടത്തിയ ഈ ആക്രമണത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ലാഹോറിലെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കൂടി ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കൃത്യമായ പ്രത്യാക്രമണത്തിലൂടെ, അതായത് ഇന്ത്യയിലേക്ക് അയച്ച മിസൈലുകളൊന്നും ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ലാഹോറിൽ ഇന്ത്യ പൂർണ്ണമായി തകർത്തു എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുമ്പായി തന്നെയായിരുന്നു ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഉറിയിലും പൂഞ്ചിലുമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിനകത്തൊരു സ്ഥിരീകരണം കൃത്യമായി വരികയാണ്. പാകിസ്ഥാനിലെ ഷെൽ പതിച്ചിരിക്കുന്നത് പൂഞ്ചിലെ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിന് സമീപമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഡ്രോണുകളും ഉപയോഗിച്ച് ഷെല്ലുകൾ വന്ന് വീണിരിക്കുന്നത്. ഡ്രോണുകൾ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി കളഞ്ഞു. പക്ഷേ ഇതുപോലെ ഷെല്ലുകൾ പൂർണ്ണമായും അതേപോലെ തന്നെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം അത് വന്ന് പതിച്ചിരിക്കുന്നത് ഈ പൂഞ്ചില സ്കൂളിലായിരുന്നു. 2 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. ആരാധനാലയങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇത് വളരെ പച്ചക്കള്ളം തന്നെയാണ്. ആരാധനാലയങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്, സ്കൂളുകളെ ആക്രമിച്ചിട്ടുണ്ട്, കന്യാസ്ത്രീ മഠങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്, ഗുരുദ്വാരകളെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഷെല്ല് മുഖേന പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് നടത്തിയത് എന്നുള്ളതുകൂടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്.